മട്ടന്നൂരിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തി നിലച്ചു. 7 മാസത്തോളമായി പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. മട്ടന്നൂരിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഉത്തരേന്ത്യൻ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. തൊഴിലാളികൾ കൂലി മുടങ്ങിയതോടെ പ്രവൃത്തി പൂർണ്ണമായി നിർത്തുകയായിരുന്നു. കമ്പനിയെ ഒഴിവാക്കി റീടെൻഡറിലൂടെ പുതിയ കമ്പനിയെ നിർമ്മാണം ഏൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. 2019 ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത്. കിഫ്ബി വഴി 71.5 കോടി രൂപ ചെലവിട്ടാണ് ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രി നിർമ്മിക്കുന്നത്. KCB-യാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ. എന്നാൽ കോവിഡ് പ്രതിസന്ധി തുടക്കത്തിൽ തന്നെ തടസ്സമായി. പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും പ്രവൃത്തി വൈകാനിടയാക്കി. 2020 മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ, ട്രയൽ പൈലിംഗ് എന്നിവ തുടങ്ങിയത്. KK ശൈലജ MLAയുടെ നേതൃത്വത്തിൽ പലതവണ യോഗം വിളിച്ചു ചേർത്ത് പ്രവൃത്തി വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. 2019 ആരംഭിച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി വളരെ ത്വരിതഗതിയിൽ നടക്കുകയും എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതാകെ നിലച്ച് അതിൻ്റെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എത്രയും വേഗം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നതിന് വേണ്ടി അധികൃതർ തയ്യാറാവണം. 40% പ്രവൃത്തികളാണ് പൂർത്തിയായത്. 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി. 3ാം നിലയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യഭാഗത്തിന്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പിറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.